ആ വഴി തടയാൻ ശ്രമിക്കുന്നത്. പക്ഷെ വളരെ അഗ്രസീവായ ഒരു താരം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ അത് ഒരു മൈൻഡ് ഗെയിമാണ് അവിടെ ശരിക്കും മിഗ്വേൽ ഉപയോഗപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ അഗ്രസീവ്നെസ് അറിഞ്ഞ മിഗ്വേൽ അദ്ദേഹത്തിലേക്ക് പോയി ഒരു ഇടപെടൽ നടത്തുന്നു. ആ ഇടപെടൽ ഇത്തരത്തിലുള്ളൊരു വലിയ ഇൻസിഡന്റ് ആയി മാറ്റപ്പെടുന്നു. നോക്കുക, കെവിൻ യോക്കൂബൊക്കെ ആ ഇൻസിഡന്റിലേക്ക് വന്നിറങ്ങുന്ന കാഴ്ചകളാണ്. കാർഡുകൾ എന്തായാലും ഷുവറാണ്. ഇനി എന്താണ് കാർഡ്? അത് മിഗ്വേല് ഒരല്പം, അതായത് ക്ലീൻ ആയിട്ടാണ് പന്ത് ചെയ്യുന്നത്. മിഗ്വേലിന്റെ നിരാശ അവിടെ മിഗ്വേൽ വന്ന് അത് യെല്ലോ കാർഡിൽ നിർത്തുകയാണ്. പക്ഷെ അവിടെ മിഗ്വേൽ അത് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഫാളു ഇന്ത്യയ്ക്ക് ഒരു കാർഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള ശ്രമം തന്നെയാണ് അവിടെ മിഗ്വേൽ നടത്തിയത്. അതിന് മാത്രം വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. അദ്ദേഹമായിട്ട് പോയി കയറി ചോദിച്ച് വാങ്ങിച്ചതാണത്. അത് ഫാളുവിനെ ഒരു റെഡ് കാർഡിലൂടെ പറഞ്ഞു വിടണം. കാരണം അദ്ദേഹത്തിൻ്റെ ടാക്കിളുകൾ അദ്ദേഹത്തെ മറികടന്ന് പോകാൻ സാധിക്കുന്നില്ല ഈസ്റ്റ് ബംഗാൾ താരങ്ങൾക്ക്. ആ ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് ഇവിടെ കണ്ടു. ഇങ്ങോട്ട് തള്ളിയപ്പോൾ തിരിച്ചു തള്ളിയപ്പോൾ അതിന് മുഖത്തൊന്നും ഒരു ടച്ച് പോലും ഇല്ല. മനുഷ്യ, ഇതെന്ത് അഭിനയം! അല്ല, ശരിക്കും അവിടെ മൈൻഡ് എന്നുള്ളതാണ് മിഗ്വേൽ കാഴ്ചവെച്ചത്.